ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വളരെ ഇമ്പൾസീവായിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണിത്. ഞാൻ രാവിലെ എഴുന്നേറ്റു ജസ്റ്റ് എന്നും പോകുന്ന പോലെ ഒരു മോർണിംഗ് വാക്കിന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പം ഇന്ന് എൻ്റെ ഇയർഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ പോഡ്കാസ്റ്റ് ഒന്നും കേൾക്കണ്ട അങ്ങനെ വിചാരിച്ച് വെറുതെ ഫോണൊന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, 2-3 ദിവസമായിട്ട് ഐ ആം റിയലി റിസീവിങ് മെസ്സേജസ് ഫ്രം ഇൻസ്റ്റഗ്രാം. കുറേ നീറ്റ് ആസ്പിറൻസ്, നീറ്റ് എഴുതിയ കുട്ടികൾ, നീറ്റ് എഴുതാൻ പോണ കുട്ടികൾ, 10th പഠിക്കുന്ന കുട്ടികൾ, 12th പഠിക്കുന്ന കുട്ടികൾ, കുറേ വട്ടം റിപ്പീറ്റ് ചെയ്തവർ, അങ്ങനെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇറ്റ്സ് എനിക്കത് കാണുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ബിക്കോസ് നമ്മൾ നോക്കിക്കാണുന്ന പോലെ എല്ലാവരും നോക്കിക്കാണണമെന്നില്ലല്ലോ. എന്നുവെച്ചാൽ എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും. കുറേ പേര് ഈ പ്രൊഫഷനെ പറ്റി ദ റിയാലിറ്റീസ് ഭയങ്കര ഹാർഷാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പറയുന്നവരുണ്ട്. പിന്നെ ഓവർ ഗ്ലോറിഫൈ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഈ റിയാലിറ്റി എന്ന് പറയുന്ന സംഭവം ഇറ്റ്സ് അപ് ടു ഓരോരുത്തരൊക്കെ ആയിരിക്കും. നിങ്ങളുടെ റിയാലിറ്റി ആവില്ല എൻ്റെ റിയാലിറ്റി. അപ്പോൾ നമ്മളെങ്ങനെ തിങ്ക് ചെയ്യുന്നു എന്ന് വെച്ചിട്ടായിരിക്കും അത്. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു മെസ്സേജ് എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. ആ കുട്ടി കുറേ വട്ടം എഴുതി നീറ്റ്, പക്ഷേ ഈ വട്ടം എഴുതിയപ്പോഴും കിട്ടുമോയെന്ന് അറിയില്ല, എന്താ ചെയ്യണ്ടേ. അതെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഒരു ഫെയിലിയറിനെ ഫേസ് ചെയ്യണ്ടേ എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരുന്നത്. ഓൾവേസ് ഇപ്പം ഞാനിങ്ങനെ MBBS എടുത്തു കഴിഞ്ഞിട്ടും നമ്മളെല്ലാ എക്സാംസൊന്നും പാസ്സാവില്ല. നമ്മൾ കുറേ എക്സാംസ് ചിലപ്പോൾ ഫെയിലാവും, ഇൻറ്റേർണൽസ് ഫെയിലാവും, ക്ലാസ് ടെസ്റ്റ് ഫെയിലാവും, ചിലപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ ഫെയിലാവും. കുറേ ഇവിടെ തന്നെ നമ്മുടെ കോളേജിൽ തന്നെ 14 ബാച്ചിലൊക്കെ ഉള്ള ചേട്ടന്മാരൊക്കെ ഇപ്പോഴും ഫസ്റ്റ് ഇയർ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. സോ ഭയങ്കര മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന ചിലരും അങ്ങനെ ആവാം, അതിന് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ ഒരു ഫെയിലിയറിനെ ഫേസ് ചെയ്യുന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് മാർക്കൊക്കെ കുറഞ്ഞ് ഭയങ്കര വിഷമം വെച്ചിരിക്കുമ്പോൾ ഞാൻ ഗംഗാധരൻ ഡോക്ടറെ വിളിക്കാറുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും, നമ്മൾ അടിതെറ്റി വീഴണം. തുടക്കത്തിലൊക്കെ അടിതെറ്റി വീണാലേ നമ്മൾ അതിൽ നിന്ന് പഠിക്കൂ. ശരിക്കും നമുക്ക് സക്സസിനെക്കാട്ടി ഫെയിലിയറിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വെനെവർ എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ആലോചിക്കുന്ന മൈസെൽഫ് ഭയങ്കര ഒരു കുന്നിൻ്റെ മേലെ നിൽക്കുക, ഒരു പീക്കിൽ. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ താഴെ വീഴാൻ പോവുക. അപ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ എൻ്റെ ചിറക് യൂസ് ചെയ്ത് ഞാൻ പറക്കാൻ പഠിക്കും, അല്ലെങ്കിൽ ദൈവം എന്നെയും കൊണ്ട് പറക്കും. ഇത് രണ്ടിലൊരു കാര്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് പറയാം ഡെലൂഷണലാണ് എന്നൊക്കെ, പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റ് റിയലി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹോപ്പല്ല, ഫെയ്ത്ത് എന്ന സിറ്റുവേഷൻ. നമ്മളിപ്പം വീഴാൻ പോവാന്നുള്ളൊരു സിറ്റുവേഷൻ കുറേ എൻ്റെ ലൈഫിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന ഈ MBBS വന്ന് കഴിയുമ്പോൾ നമുക്കെല്ലാം കിട്ടിയെന്ന് വിചാരിക്കും ആദ്യമേ. പക്ഷെ അങ്ങനെയല്ല, കുറേ എക്സാംസൊക്കെ പിന്നെയുണ്ട്, പിന്നെയും നമ്മൾ ഫെയിൽ ചെയ്ത്. ഇവിടെയൊക്കെ തന്നെ ശരിക്കും 10 വർഷമായിട്ട് ഫസ്റ്റ് ഇയർ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം വി ഫീൽ റിയലി ഗിവ് അപ്പ് അങ്ങനെയൊക്കെ തോന്നും. അപ്പോഴും നമ്മൾ വെറുതെ ആണ് ഇതെടുത്തത്, അല്ലെങ്കിൽ എനിക്ക് ചുമ്മാ കോട്ടിട്ട് നടക്കാനാണ്, അല്ലെങ്കിൽ അവരുടെ മുമ്പ് ഇങ്ങനെ നടക്കാനാണ്, അതിന് വേണ്ടിയാണ് പ്രൊഫഷൻ എടുത്തെങ്കിൽ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് എടുത്തതാ, ഒരു പൈസ കിട്ടാൻ എടുത്തതാ, അങ്ങനെയൊക്കെ മാത്രമാകുമ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അതാണ് പ്രശ്നം. അപ്പോൾ എപ്പോഴാണെങ്കിലും ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ ഒരു കാര്യം എനിക്ക് ഐ റിയലി ഫെൽറ്റ് സോ സാഡ് അബൌട്ട് കുറേ കാര്യങ്ങൾ. എനിക്ക് വിഷമം തോന്നി. കുറേ പേര് വീണ്ടും എഴുതി കിട്ടണില്ല. എന്തുകൊണ്ടാണ്. അപ്പം കുറച്ച് നേരം നിങ്ങൾ പിന്നെയും ഒരു കാര്യം ചെയ്യണതിന് മുമ്പ് കുറച്ച് നേരം ജസ്റ്റ് സിറ്റ് ആൻഡ് നിങ്ങൾ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് എന്താണ് വേണ്ടത്. നിങ്ങൾക്ക് തന്നെ സൊല്യൂഷൻ കിട്ടും. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, റിയലി എനിക്ക് ഈ പ്രൊഫഷൻ വേണ്ടതാണോ, ഞാനിതെടുത്താൽ എന്താണ് ഇതിൻ്റെ പർപ്പസ്, ഞാനിതെടുത്ത് ആർക്കൊക്കെ ബെനിഫിറ്റ് കിട്ടും, എനിക്ക് എന്താണ് ഇതുകൊണ്ട് ഉപകാരം, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഇങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം ഒരു പ്രൊഫഷൻ എടുക്കാൻ. പിന്നെ ഫെയിലിയേഴ്സ് അതുണ്ടായാലേ നമ്മൾ ഗ്രോ ചെയ്യും. ഇഫ് യു വോണ്ട് ടു ഗ്രോ, നിങ്ങൾ ഫേസ് ചെയ്യണം ഫെയിലിയറിനെ. നിങ്ങൾക്ക് വിഷമം ഫേസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവണം, എങ്കിലേ നമ്മൾ പഠിക്കൂ. ഈ വീണ് കഴിഞ്ഞുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ദാറ്റ്സ് റിയലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ വീണിട്ട് തനിയെ എഴുന്നേറ്റ്
വരുന്നൊരു സംഭവം. അത് നമ്മൾ കുറേ ഭയങ്കര, ഞാൻ ടോക്സിക് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ നോക്കല്ല, പക്ഷേ എനിക്ക് തോന്നിയ കാര്യം അതാ. പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്തോ, അല്ലെങ്കിൽ എനിക്കിത് പറ്റൂല, ഞാൻ പൊട്ടയായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ എനിക്ക് എന്താ പ്രശ്നം അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ നമ്മളെ പിടിച്ച് താക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കണം. ലൈക്ക് നമ്മൾ ഈ പ്രൊഫഷൻ എടുത്ത ഒരു ചീത്ത കാര്യത്തിനൊരു ചീത്ത ഇൻറ്റൻഷൻ വെച്ചല്ലല്ലോ, നല്ല ഇൻറ്റൻഷൻ വെച്ചല്ലേ. അപ്പം നല്ലൊരു ഇൻറ്റൻഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്താലും ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആ ഒരു സംഭവം തന്നെ കിട്ടിയില്ലെങ്കിലും നമുക്ക് നല്ലൊരു നമ്മുടെ ലൈഫ് എപ്പോഴും നല്ലതായിരിക്കും. നല്ല ആൾക്കാർ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കാണും, അല്ലെങ്കിൽ നല്ല എന്തെങ്കിലുമൊക്കെ നടക്കും എന്നെപ്പോഴും വിചാരിക്കാം. പിന്നെ ദിസ് ഈസ് നോട്ട് ദ എൻഡ്. ചിലപ്പം ഈ MBBS തന്നെ അല്ല ഈ ലോകത്തിൽ നമുക്ക് സർവീസ് ചെയ്യാനും ആൾക്കാർക്ക് നല്ലത് ചെയ്യാനും ആൾക്കാരെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നൊരു പ്രൊഫഷൻ കുറേ ഉണ്ട്, വേറെ ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണലി എൻ്റെ ഫാമിലിയിൽ എൻ്റെ ആൻറ്റീസ്മാരും കുറച്ച് ആൾക്കാർക്ക് കസിൻസും അങ്ങനെയൊക്കെ കുറച്ച് പേര് ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ റോൾ മോഡലായിട്ടുള്ള എൻ്റെ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ പ്രൊഫഷൻ നിങ്ങൾക്ക് ഇതിലും അടിപൊളിയായിട്ടുള്ള വേറെ പ്രൊഫഷൻസ് ഉണ്ട്. അവരൊരിക്കലും അതിനെ ഗ്ലോറിഫൈ ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഷീ വാസ് ദ HOD ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ. അത്രയും വലിയൊരു പോസ്റ്റിൽ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പ്രൊഫഷൻ അടിപൊളിയല്ല. അപ്പോൾ ആൻറ്റി തന്നെ പറയും, ഇപ്പം ഞാൻ ഡോക്ടറായി കഴിഞ്ഞു, അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞ ആൾക്കാർ പറയുമോ അവർ ഡോക്ടറാണ് അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു. പക്ഷെ അങ്ങനല്ല, അവർ റിയാലിറ്റിയാണ് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല, നമ്മുടെ ഫാമിലി ലൈഫ് പോവും, നമ്മളുടെ കുറേ ചെറിയ ചെറിയ ഹാപ്പിനെസ് പോവും, നമുക്ക് കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടണം അവിടുന്ന്, എങ്കിലേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. വി ആർ ഡീലിംഗ് വിത്ത് പീപ്പിൾ അല്ലേ, മനുഷ്യന്മാരുമായിട്ട് ഡീൽ ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ യു ഷുഡ് ബി ലൈക്ക് കൈൻഡ് ആയിരിക്കണം, നിങ്ങളോടും കൈൻഡ് ആയിരിക്കണം, നിങ്ങളോട് തന്നെയും കൈൻഡ് ആയിരിക്കണം, ബാക്കിയുള്ളവരോടും കൈൻഡ് ആയിരിക്കണം. അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഭയങ്കര പാടാണ് ചില സമയത്ത്. അപ്പം വൈസ്ലി നമ്മൾ ഡിസൈഡ് ചെയ്യുക, ഇത് തന്നെയാണോ എനിക്ക് വേണ്ടത്, ഇതാണോ എന്ന് നോക്കുക. പിന്നെ ഇപ്പം റിപ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം, മനസ്സ് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഡൂ ഇറ്റ്. ഓക്കെ, സോ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഫെയിലിയറിനെ നമ്മളെങ്ങനെ ഫേസ് ചെയ്യുന്നിരിക്കുക നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ആദ്യമൊക്കെ കുറേ ഫെയിലിയേഴ്സ് വരുമ്പോൾ ഞാൻ തന്നെ ഭയങ്കരമായിട്ട് എന്നെ ബ്ലെയിം ചെയ്യും. ലൈക്ക് എനിക്ക് തന്നെ ചില സമയത്ത് സെൽഫ് ഹാം ചെയ്യാനൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ ഫെയിലിയറിനെയും നമ്മൾ സക്സസ്സിനെ ഒരേപോലെ ന്യൂട്രലായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയാവും ലൈഫെന്ന് എനിക്ക് മനസ്സിലായി. സോ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്, നിങ്ങൾ വൈസ്ലി നിങ്ങളുടെ പർപ്പസ് ഓഫ് ലൈഫ് ചൂസ് ചെയ്യണം. പിന്നെ ഫെയിലാവുമ്പോഴും ഭയങ്കരമായിട്ട് ഹോപ്പ് വെച്ചില്ല പറ്റും അങ്ങനെയല്ല, ഒരു ഫെയ്ത്ത് എപ്പോഴും വെക്കണം. ഗുഡ് തിങ്സ് വിൽ കം, ഇതൊക്കെ മാറും, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. സോ ദിസ് ദ തിങ് ഐ വോണ്ട് ടു ഷെയർ. എനിക്ക് മെസ്സേജ് ഇങ്ങനെ കുറേ അയച്ച എല്ലാ കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഇതാണ്, വിഷമിക്കണ്ട. ഇപ്പം നമ്മളുടേതാണെങ്കിൽ നമുക്ക് അത് ഡിസേർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നമുക്ക് വരേണ്ടതാണെങ്കിൽ വരും, അത്രേ ഉള്ളൂ. കൂൾ, ചിൽ. ഓക്കെ, താങ്ക് യു.